അതായത് ഈ രണ്ട് കുട്ടികളെ ശ്രദ്ധക്കുറവ് ADD ഉള്ളതും ADHD ഉള്ള ആളുകൾക്കും ചികിത്സ ആവശ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഡയഗ്നോസിസ്, അതായത് ADDയുടെയും അല്ലെങ്കിൽ ADHDയുടെ ഒക്കെ ഡയഗ്നോസിസ് വരുവാണെങ്കിൽ അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആവുമല്ലേ. അതിനെന്താണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പം മിസ്റ്റർ അർഷാദിൻ്റെ ഉള്ളിലാണെങ്കിലും എൻ്റെ ഉള്ളിലാണെങ്കിലും എല്ലാ ട്രേറ്റ്സും ഉണ്ടാവും. പിന്നെ SD-യുടെ ADHDയുടെ ADDയുടെ ഒക്കെ ട്രേറ്റ്സ് മൈൽഡ് ആയിട്ടുണ്ടാവാം. പക്ഷെ അത് ക്ലിനിക്കലി ഡയഗ്നോസ് ആവുമോ അല്ലെങ്കിൽ മെഡിക്കലി അത് ഡയഗ്നോസ് ആവുകയാണെങ്കിൽ മസ്റ്റായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ബിക്കോസ് നമ്മൾ ആസ് എ ബിഹേവിയർ അനലിസ്റ്റ് എനിക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ ലൈഫിനെ ഒരു കാരണവശാലും ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് അഫക്റ്റ് ചെയ്യരുത് അല്ലേ. അവരുടെ ഒരു ഭാവിയിൽ അവരുടെ ഫ്യൂച്ചറിൽ വരുമ്പം അഫക്റ്റ് ചെയ്യരുത്. ഒരു എക്സാമ്പിൾ ADHD ഒക്കെ ഉള്ളവർ അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇൻ്റർവെൻഷൻ എടുത്തിട്ടില്ല എങ്കിൽ ഈവൻ ഫ്യൂച്ചറിൽ അവരൊരു ജോലിക്കൊക്കെ പോകുമ്പം അവർക്ക് കോപ്പറേറ്റീവ് പ്ലേ ഉണ്ടാവില്ല, ഒരു ടീം പ്ലേ ഉണ്ടാവില്ല, അതുപോലെ അവർക്ക് ഒരു കംപ്ലീഷൻ ഓഫ് ടാസ്ക് ഉണ്ടാവില്ല.